അപ്പോൾ ഇത് രാവിലെ കഴിക്കാനായിട്ട് നല്ല വെള്ളപ്പവും കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാക്കു കടയിൽ പോകാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ടാറ്റയൊക്കെ പറഞ്ഞ് കാക്കു കടയിൽ പോയി. ഇനിയിപ്പോൾ ഇതാ ഞാനും മക്കളൊക്കെ കഴിക്കലാണ്. അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം. അതിനായിട്ട് നല്ല മാന്തൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നന്നാക്കലൊക്കെ കഴിഞ്ഞ് മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കറിയായിട്ട് ഞാൻ പരിപ്പും വെള്ളരിക്കയും കറിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ സ്ത്രീകൾക്ക് ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത പണിയായി അടിക്കൽ, തുടക്കൽ, പാത്രം കഴുകൽ, അതുപോലെ തന്നെ അലക്കൽ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ചോറ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് മക്കളുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനും ഒപ്പം. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഏതാണ്ട് മരബിക്ക് ബാങ്ക് കൊടുത്തു കേട്ടോ. മരബിക്ക് ബാങ്ക് കൊടുത്ത ശേഷം നിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓത്തും നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു 2-3 മണിക്കൂർ മക്കളുടെ കൂടെ ഇരിക്കും കേട്ടോ. അവർ പഠിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കും. വേറൊരു പരിപാടിക്കും ഞാൻ തിരിയില്ല. ചില പാരൻസ് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കൾ പഠിക്കണില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കണം. എന്നാൽ ഏത് പഠിക്കാത്ത കുട്ടികളാണെങ്കിലും പഠിക്കും. ചില പാരൻസ് എന്ത് ചെയ്യും, മക്കളെ പഠിക്കാനാക്കിയിട്ട് അവർ വീട്ടുജോലിയിൽ ഏർപ്പെടും. അതല്ലെങ്കിൽ അവർ ഫോണുമ്മ കളിച്ചിരിക്കും, അല്ലെങ്കിൽ ഫോൺ ചെയ്തിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യൂല, പഠിക്കൂല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവരെടുത്ത് ഇതുപോലെ ഒന്ന് പോയിരിക്കുക. അവർ പഠിക്കുന്നുണ്ടോ, ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് എന്ത് ചെയ്യും, അതങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ഏത് പഠിക്കാത്ത കുട്ടിയാണെങ്കിലും പഠിക്കും. അപ്പോൾ മക്കൾ പഠിക്കണില്ല എന്നുള്ള പരാതി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ 2 മണിക്കൂർ മക്കളുടെ കൂടെ ഇരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതൊന്ന് സ്ഥിരമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും, ഷുവറാണ്. അപ്പോൾ ഇതാ മക്കളെ പഠനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാക്കു ഇതാ എത്തിയിട്ടുണ്ട്. കാക്കു എത്തുമ്പോൾ ഒരു 12 മണി എന്തായാലും ആവും. അപ്പോൾ അതാ കാക്കു നല്ല നെയ്യപ്പവും അതുപോലെ തന്നെ പഴംപൊരിയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കലാണ്. കടയിൽ നിന്ന് കാക്കു ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഇതാ കാക്കു നല്ല മാതോളി നാരങ്ങ കഴിക്കുകയാണ് കേട്ടോ. നല്ല പുളിയാണ്. ഇത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ ഇതിന് മാതോളി നാരങ്ങ എന്നാട്ടോ പറയാം. ഇനിയിപ്പോൾ ഇതാ കാക്കുവിൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഒരുപാട് ടൈമായിട്ടുണ്ട്. ഈ ടൈമിൽ ഫുഡ് കഴിക്കണം നല്ലതൊന്നല്ല, എന്നാലും ഇതല്ലാതെ നിവൃത്തിയില്ല. കാക്കു ഈ ഒരു ടൈമിലല്ലേ വരിക, അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കും. പിന്നെ അതാ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ആകുമ്പോൾ കാക്കു ഒരു ഉരുള എനിക്ക് ബാലൻസ് ആക്കി വെക്കും കേട്ടോ. ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ലാസ്റ്റിലൊരു ഉരുള എനിക്കില്ലതായിരിക്കും. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാ ടൈം ഇവിടെ 1:29 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.